ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എല്ലാവരും മസ്റ്റായിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലത്താണ് കേട്ടോ. അതായത് കേരളത്തിലെ ആദ്യത്തെ ഇല്യൂഷൻ പാർക്ക് വണ്ടർടൈൻമെൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതുള്ളത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലെ കായലോട് എന്ന സ്ഥലത്താണ് കേട്ടോ. ദ ബിഗ് നഴ്സറി നിങ്ങൾ വലിയൊരു ബോർഡ് ഇപ്പോൾ കണ്ടു കാണും. അതെന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ തന്നെയായിട്ട് ഒരു നഴ്സറി, ഒരു ഗാർഡൻ കൂടിയുണ്ട്. ഗാർഡൻ അല്ല, നഴ്സറി കൂടിയുണ്ട്. അപ്പം അതിൻ്റെയും കൂടിയാണ് കേട്ടോ ഈ ഒരു ബോർഡ് വന്നിട്ട്. ആവശ്യത്തിന് പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഗേറ്റിനുള്ളിലേക്ക് വന്നപ്പോൾ ദാണ്ട് ഒരു വലിയ ഒട്ടകത്തിൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു വലിയ മരത്തിൽ ഒരു ഏറുമാടം ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കയറാൻ പറ്റിയ രീതിയിലുള്ള ഏറുമാടാണ് കേട്ടോ. ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മുതിർന്നവർ കയറിയില്ല, കുട്ടികൾ മാത്രമേ കയറിയുള്ളൂ ഇതിൽ. അങ്ങനെ ഏറുമാടത്തിൽ കയറി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലേക്ക് പോകുന്ന വഴിക്ക് ആ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് അത് നഴ്സറിയുടെ പ്ലാസ്റ്റിക് ബാഗിനകത്തായിട്ട് മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ തൈകൾ പാകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിലായിട്ട് ഒരു ഐസ് പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കൊച്ചു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ചിലപ്പം വല്ല സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കടയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഞങ്ങൾ ചെന്ന അന്ന് ഇത് തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് അത്യാവശ്യം മുഴുത്ത ഒരു പാർക്ക് കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ കളിക്കാനൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം വലിയൊരു പാർക്കുണ്ട്. ആ പാർക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഇല്യൂഷൻ പാർക്കിൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് ഇതിനുള്ളിലേക്ക് വണ്ടി കൊണ്ട് കയറി വരണം എന്നുള്ളവർക്ക് ഇതിനുള്ളിലേക്ക് കയറി വന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് വേറെ ഒരു പാർക്കിംഗ് ഏരിയ കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതാ ബിൽഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. വരുമ്പോൾ തന്നെ കണ്ടോ, മുകളിലായിട്ട് ഒരു കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഈ ബിൽഡിങ്ങിൽ ഒരു തലതിരിഞ്ഞ ഒരു കാറ് കണ്ടായിരുന്നോ? അപ്പം ഇതിന് ശരിക്കും തലതിരിഞ്ഞ് വീടെന്നോട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പുറത്ത് ചെരുപ്പ് ഊരിയിടണം, ചെരുപ്പ് ഊരിയിട്ടിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അത് ആദ്യം തന്നെ കാണുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ? തുടക്കത്തിൽ നമ്മളെ നോക്കി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. നമ്മൾ ഓരോ സൈഡിലേക്ക് പോകുന്തോറും അതിൻ്റെ കണ്ണിങ്ങനെ നീങ്ങി നമ്മൾ ഏത് സൈഡിലേക്ക് പോകുന്നോ അങ്ങനെ നമ്മളെ നോക്കും. ഓരോ സൈഡിലും നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് ഗൈഡൊക്കെ ഉണ്ട്. രണ്ടാമത് കണ്ട പടം ഇതാണ്. ഇതൊരു മദർ തെരേസയുടെ പിക്ചറാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത് നേരെ അകലെ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്കിതൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്ന് കഴിയുമ്പം ഒരു സ്റ്റീലിൻ്റെ സംഭവം കണ്ടോ, അതിൽ കൂടെ നോക്കുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ പിക്ചർ കാണുക. അപ്പോൾ അതിൻ്റെ ഓരോ സൈഡിലേക്ക് പോകുമ്പോൾ ചെറുതായിട്ട് വരും, നടുക്കേക്ക് വരുമ്പം അത് വലുതായിട്ടും വരും. അടുത്ത് കാണുന്നത് ഒരു കിണറാണ് കേട്ടോ. ഈ കിണറിന് പറയുന്നത് ഇൻഫിനിറ്റി വെൽ എന്നാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ, ഇതിൻ്റെ ആഴം എന്തുമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല, അവിടെ ഗ്ലാസ് ആയതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ ശരിക്കും ആഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലിയർ ആയിട്ട് ആ കട്ടകൾ കാണുന്ന അത്രയും മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ നിൽക്കുന്ന ആ ഒരു ലെവലുണ്ടല്ലോ, ആ ഒരു ലെവൽ വരെ ഇതിന് ശരിക്കും ആഴമുള്ളൂ. പക്ഷേ നമുക്ക് അതിനുള്ളിലേക്ക് നോക്കി കഴിയുമ്പോൾ ഒരുപാട് ആഴം ഉള്ളതുപോലെ തോന്നും. അടുത്ത പിക്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് സൈഡിൽ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. നേരെ വന്ന് ഒരു അടുത്ത സൈഡിലേക്ക് വരുമ്പോഴാണ് ഇതൊരു മഹാത്മാഗാന്ധിയുടെ പിക്ചറാണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഒരു കുട്ടിയുടെ ഇമോഷനാണ്. ആദ്യം കാണുമ്പോൾ ആ കുട്ടി വലിയ വായിൽ കരയുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അത് നേരെ മുമ്പിലേക്ക് പോയിട്ട് പിന്നെ അടുത്ത സൈഡിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ആ കുട്ടി അതിൻ്റെ ഭാവം ഒന്ന് മാറി ചിരിച്ചു വരുന്നതായിട്ട് കണ്ടോ. നല്ല ഭംഗിയില്ലേ ഇപ്പോൾ കാണാനായിട്ട്. പിന്നെ കാണുന്നത് ഒരു ഗ്ലാസ്സിനുള്ളിൽ ഒരു സംഭവമാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ക്വയറാണ് ആദ്യം കാണുന്നത്. ആ സ്ക്വയറിന് കറുപ്പ് കളറാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഗ്ലാസിൻ്റെ അടുത്ത സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രയാങ്കിളാണ് കണ്ടോ. ട്രയാങ്കിൾ ഗ്രീൻ കളറായിട്ട് വരും. പിന്നെ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. അതായത് നമ്മൾ കയറി നിന്ന് നമ്മളുടെ ഹാഫായിട്ട് കാണിച്ചാൽ മതി. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പറക്കുന്നത് പോലെ, നമ്മൾ എയറിൽ നിന്ന് പറക്കുന്നത് പോലെ തോന്നും. അങ്ങനത്തെ ഒരു സംഭവം. അടുത്തത് നമ്മൾ ഇത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഉള്ളതാണ് ഈ ഒരു സംഭവം. അതായത് ഈ ഒരു ബോക്സിൻ്റെ അടിയിൽ കൂടെ കയറിയിട്ട് ഇതിനുള്ള തല പൊക്കി വെച്ചിട്ട് നമ്മുടെ തല മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഉള്ളതാണ്, പലരും കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അടുത്തത് ഇവിടെ കുറേ കളിപ്പാട്ടങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. കുട്ടികളുടെ സാധാരണ കളിപ്പാട്ടങ്ങളാണിത്. അപ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ ഇത് ചുമ്മാ കളിപ്പാട്ടങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് തോന്നുള്ളൂ. പക്ഷേ ഈ ഒരു സൈഡിലേക്ക് വരുമ്പം കണ്ടോ ഒരു പക്ഷി ഇരിക്കുന്നത് പോലെ തന്നെ തോന്നുകയല്ലേ ശരിക്കും. അടുത്തതായിട്ട് ഒരു റൂമിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആ റൂമിൻ്റെ ഒരു സൈഡ് താന്നും ഒരു സൈഡ് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ പൊങ്ങിയിരിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ആൾക്ക് വലിപ്പം കൂടുതലും താഴ്ന്നിരിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ആൾക്ക് വലിപ്പം കുറവുമായിട്ടാണ് തോന്നുന്നത് കണ്ടോ. നമ്മൾ ആൾ മാറി കഴിയുമ്പം വലിപ്പത്തിൽ വ്യത്യാസം വരുന്നത് കണ്ടോ.
പിന്നെ അടുത്തതായിട്ട് ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ 3 സ്ത്രീകൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പം ക്യാമറയ്ക്കകത്ത് നമ്മൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ അത് ജീസസിൻ്റെ ഫോട്ടോ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് നോക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ സാധാരണ നോക്കുന്ന പോലെ നോക്കി കഴിയുമ്പം അത് 3 സ്ത്രീകൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ കണ്ണിറുക്കി പഠിച്ച് ചെറുതായിട്ടൊന്ന് തുറക്കുന്നത് പോലെ എന്ന് വെച്ചാൽ അധികം തുറക്കാൻ പാടില്ല, ചെറുതായിട്ട് ഒന്ന് തുറന്ന് വരുന്നത് പോലെ നോക്കുമ്പോൾ അവിടെ ജീസസിൻ്റെ ഫോട്ടോ പോലെ നമുക്ക് തോന്നും. പിന്നെ ഇതാ ഇങ്ങനെ ഒരു കമ്പിയുണ്ട് കേട്ടോ. അവർ നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അതായത് ഇത് ചുമ്മാ ഈ കമ്പിയിൽ പിടിച്ച് തൂങ്ങി നിന്നാൽ മതി. എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. ഇപ്പം ഞാൻ കാണിച്ച ഫോട്ടോസില്ലേ അതുപോലെ. പിന്നെ ഇതാണ് ഇവിടെ ഒരു സോഫയിൽ ഒരാളുടെ അര തൊട്ട് താഴേക്കുള്ളത് കാലും ഒരു ഷൂ ഒക്കെ ഇട്ടിട്ടിരിക്കുന്നത് പോലെ ഒരു സ്റ്റാച്ചു ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സോഫയുടെ സൈഡിലിരിക്കുമ്പം നമ്മളുടെ അരഭാഗം തൊട്ട് മേലേക്ക് കാണാൻ പാടുള്ളൂ. അപ്പം നമ്മളുടെ അരഭാഗം തൊട്ട് മേലേക്ക് വേറെയും അരഭാഗം തൊട്ട് കാലിൻ്റെ ആ ഭാഗത്തേക്ക് വേറെയായിട്ട് കിടക്കുന്ന പോലെ തോന്നും. പിന്നെ ഇതാണ് കേട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു ബിൽഡിംഗ് മാതിരി താഴെ നിലത്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ ഒരു ഗ്ലാസ് മാതിരി ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ അവർ പറഞ്ഞു തരും നമുക്ക്. എന്നിട്ട് അവർ തന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ അവരെടുത്ത് തന്നു കഴിയുമ്പോൾ നമ്മൾ ഫോട്ടോയിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിൽ നമ്മളിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പോലെയും ബിൽഡിങ്ങിന് ചാടാൻ പോകുന്ന പോലെയൊക്കെ തോന്നും. അടുത്തായിട്ട് ഒരു റൂമാണ് കാണിക്കുന്നത്. റൂമെന്ന് പറയുമ്പം അവിടെ ഇതാണ് ഈ തലതിരിഞ്ഞ് വീടെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും തലതിരിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് മേലെയാണ് ബെഡ്, അതുപോലെ സോഫ, പിന്നെ അലമാരിയാണെന്നുണ്ടെങ്കിലും മേലേന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ്. പിന്നെ അതുപോലെ ജനലാണെന്നുണ്ടെങ്കിലും എല്ലാം തലതിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് കഴിയുമ്പം നമ്മൾ ഓർക്കും എന്തെല്ലാം തല കുത്തി നിൽക്കുന്നത് പോലെയൊക്കെ തൂങ്ങിക്കിടക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. അടുത്തത് നമ്മൾ വലിയൊരു ഹോളിലേക്കാണ് കയറിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കാണാനായിട്ട്. സൂപ്പറാണ് കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളൊക്കെ ആയിട്ടേ. അപ്പോൾ ഇവിടെ ഒരു പടം സൈഡിൽ നിന്നുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒറ്റയായിട്ട് തോന്നും. നമ്മൾ അതിൻ്റെ മുമ്പിലേക്ക് വരുമ്പം പല പല ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് നല്ല റോഡൊക്കെ ആയിട്ട് അതായത് ഒരു ഫോറിൻ കൺട്രീസിലെ ഒരു സ്ട്രീറ്റ് മാതിരിയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ അടുത്ത സൈഡിലേക്ക് പോയി കഴിയുമ്പം ഇത് ഒരൊറ്റ ബിൽഡിംഗ് ആയിട്ട് ഒരു പടമായിട്ട് നമുക്ക് തോന്നുവേ. പിന്നെന്താണ് ഇവിടെ ലവ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അവിടെ നമുക്ക് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല രസമാണ് അത് കാണാനായിട്ട്. പിന്നെ ഈ ഹോളിൽ തന്നെയാണ് ഇത് കണ്ടോ, ഈ കല്ലിന് മുകളിലൂടെ നടന്ന അടിയിൽ ഭാഗത്ത് വെള്ളം ഉള്ളതുപോലെ നമുക്ക് തോന്നും. ഇത് ശരിക്കും കല്ലല്ല, പടമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ നടന്നു കഴിയുമ്പോൾ വെള്ളത്തിൽ കല്ലിന് മുകളിലൂടെ നമ്മൾ നടക്കുന്നു, അങ്ങനെയാണ് നമുക്ക് തോന്നുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഫോറസ്റ്റ് മാതിരി പിന്നെ പാലമൊക്കെ ആയിട്ട് പാലത്തിൻ്റെ അടിയിൽ വെള്ളമൊക്കെ ഒഴുകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പാലം, അപ്പോൾ അതിന് മുകളിലൂടെ നമ്മൾ നടക്കുന്ന അടിയിൽ കൂടെ വെള്ളമൊക്കെ ഉള്ളതുപോലെ അങ്ങനെ നമുക്ക് തോന്നും. ഇതും പടം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകുന്ന പോലെയൊക്കെ അങ്ങനെ നല്ല രസമാണ് കാണാൻ. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇതിനുള്ളിൽ കയറിയിട്ട് അതിൽ മീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ ചുമ്മാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ഇവിടെ ഒരു ഫോട്ടോ ഇതിൻ്റെ ഓരോ സൈഡിലേക്ക് പോകുമ്പം അതിൻ്റെ ആ ഒരു ഭാവങ്ങളൊക്കെ അങ്ങ് മാറി മാറി വേറെ ആളാണെന്ന് തോന്നും നമുക്ക്. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ. അപ്പം അതിനുള്ളിൽ കയറി നിന്നിട്ട് നമുക്കിതിനുള്ളിൽ നിൽക്കണ പോലെ തോന്നും ഫോട്ടോ എടുക്കുമ്പം. പിന്നെ
ഇത് കണ്ടോ, നല്ല രസമാണ് കേട്ടോ. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്നിട്ട് അടുത്ത ഒരു സൈഡിൽ ഒരാൾ നിൽക്കുക, അടുത്ത സൈഡിൽ നിന്ന് എന്താ പറയുക ഫോട്ടോയോ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. അപ്പം കുറേ ആൾക്കാരുള്ളതുപോലെ നമുക്ക് തോന്നും. ഇത് ഈ കൈ കൊണ്ടൊക്കെ എൻ്റെ മോനാണ് അവിടെ നിൽക്കുന്നത്, അപ്പം അവൻ കൈ കൊണ്ടൊക്കെ ഓരോ ആക്ഷനൊക്കെ കാണിക്കുമ്പം അതുപോലെ വരും. അപ്പം അതങ്ങനെ കണ്ടോ, ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയില്ലേ. പിന്നെ ഇവിടെ കണ്ടോ 5 മൃഗങ്ങളുടെ പടം ഒരു സ്റ്റാച്ചു പോലെ ഒരു സംഭവം. അപ്പോൾ ഇതെന്ത് മൃഗമാണാവോ, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ഡൈനോസറിൻ്റെ കുഞ്ഞു പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നമ്മളിതിങ്ങനെ നോക്കുമ്പോഴുണ്ടല്ലോ, ഇതിങ്ങനെ ഓരോ സൈഡിലേക്ക് നമ്മളിങ്ങനെ മാറി പോകുമ്പം ഇത് മുഖം തിരിച്ച് നമ്മളെ നോക്കുന്നത് പോലെ തോന്നും. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കിക്കേ. പിന്നെ ഇവിടെ ഒരു പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ കളറടിക്കുന്ന പോലെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്ത് അത്രയ്ക്ക് എങ്കിൽ ശരിയായിട്ടില്ല, അതുകൊണ്ടാണ്. അല്ല, ശരിക്കും വീഡിയോ ഒക്കെ എടുക്കാൻ അറിയാവുന്ന ആൾക്കാരായിരുന്നുണ്ടെങ്കിലുണ്ടല്ലോ സ്വന്തമായിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ ആയേനെ. പിന്നെ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ, നമ്മൾ കറക്കിയിട്ടുണ്ടെങ്കിൽ കറങ്ങാൻ നല്ല രസമാണ് കാണാൻ. ഇതിങ്ങനെ വലുതായി പോരുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ വേണമെങ്കിൽ ഡാൻസ് കളിക്കണം എന്നുള്ളവർക്കൊക്കെ ഇവിടെ ഈ റൂമിൽ കയറി ഡാൻസൊക്കെ കളിക്കാം. ഇവിടെ ഈ കസേരയിലിരിക്കുന്ന ആൾ കുഞ്ഞിതായിട്ട് തോന്നും. അയാളുടെ തലയിലേക്ക് മുകളിലായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾ കൈവച്ചിരിക്കുന്നത് പോലെ. അത് ഒരാൾ ദൂരെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സംഭവമുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സിനുള്ളിൽ ഞാനും എൻ്റെ മോളുമാണ് നിൽക്കുന്നത്. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്ത് ഒരേ രീതിയിൽ നിൽക്കണം. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ കൂട്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെയായിട്ട് രണ്ടുപേരുടെയും കൂടെ കൂട്ടിയിട്ട് ഒരൊറ്റ ഫോട്ടോ ആയിട്ട് വരും അങ്ങനെ. അപ്പോൾ ഇത്രയാണ് ഇതിനുള്ളിൽ തന്നെയായിട്ട് കാണാനുള്ളത്. ഇതിങ്ങനെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണ പാടെ ഇവിടെ ഒരു കഫറ്റേറിയ ഉണ്ട്. അപ്പം വേണമെന്നുള്ളവർക്ക് അവിടെ ചായയൊക്കെ കുടിക്കാം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് എന്താ പറയുക, പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരു ഗാർഡനൊക്കെ സെറ്റാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറേശ്ശെ മരങ്ങളൊക്കെ നട്ട് വരുന്നുണ്ട്. ഇവർക്കൊരു നഴ്സറി ഉണ്ടെന്ന് തുടക്കത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ള വ്യൂ ഞാൻ ശരിക്കും മുമ്പേ കാണിച്ചിട്ടില്ലായിരുന്നു. ഇതാണ് സംഭവം കേട്ടോ. ആ ബിൽഡിങ്ങിന് മുമ്പിൽ തന്നെ നിൽക്കുമ്പം മനസ്സിലാവുമല്ലോ, തലതിരിഞ്ഞ് കാറൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങളിത് പാർക്കിലേക്ക് പോണ വഴിയാണ്. ഈ പാർക്കിലേക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ചക്ക ശില്പം എന്നും പറഞ്ഞ് ഇവിടെ ഒരു സംഭവമുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വലിയ ചക്കയുടെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു ചക്ക മുറിച്ച് വെച്ചിരിക്കുന്നത് പോലെ ഒരു വെറൈറ്റി, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പൈഡറിൻ്റെ ഒരു ശില്പവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും നല്ല രസമാണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് പാർക്ക്. ഊഞ്ഞാലിൻ്റെ എണ്ണം ഞാൻ എണ്ണി നോക്കിയില്ല കേട്ടോ. അതുപോലെയുണ്ട്, കുറേ ഊഞ്ഞാലുണ്ട്. വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ആടാൻ പറ്റിയ തരത്തിൽ കുറേ ഊഞ്ഞാൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി സ്ലൈഡറും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്കായിട്ടുള്ള ഒരു കൊച്ചു പാർക്ക്. അപ്പോൾ അവർക്കും നല്ല പോലെ എൻജോയ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോളൂ.